ബിജെപി പോലുള്ളൊരു പാർട്ടി ഇപ്പോഴും എങ്ങനെയാണ് ഇന്ത്യയിൽ നിലനിന്നു പോകുന്നതെന്ന് നോക്കാം. അതിന്റെ ഒന്നാമത്തെ കാരണം രാഹുൽ ഗാന്ധിയാണ്. ബിജെപിയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് രാഹുൽ ഗാന്ധി പോലൊരാൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. കാരണം മോദി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആകെ രാഹുൽ ഗാന്ധിക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ബിജെപിക്ക് ഇവിടെ നല്ലൊരു ഒപ്പോസിഷൻ ഇല്ല. അതായത് ഈ UDF എന്ന് പറയുന്നത് ഒരു ഗാന്ധി കുടുംബത്തിന്റെ ഒരു സംഘടന മാത്രമാണ്. അതുകൊണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി പോലുള്ളവർ ഇപ്പോഴും അതിന്റെ തലപ്പത്തിരിക്കുന്നത്, എത്ര കഴിവുള്ള നേതാക്കൾ പുറത്തു നിൽക്കുമ്പോഴും. രണ്ടാമത്തെ കാര്യം, ഇവര് രാജ്യസ്നേഹം, രാജ്യസുരക്ഷ ഇതൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീഡിയ വഴിയും സ്പീച്ചിലൂടെയും ഒക്കെ. അതായത് ഒരു പരിധി കഴിഞ്ഞാൽ ഈ രാജ്യസ്നേഹം മതത്തിനേക്കാളും വലിയ വിപത്തായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം, ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസുരക്ഷയാന്ന് പറയും. ചോദിക്കുന്നവരെ രാജ്യദ്രോഹി ആക്കുകയും ചെയ്യും. ഇനിയുള്ള കാര്യം, 80% ഹിന്ദുക്കൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ മാക്സിമം ഹിന്ദുക്കൾക്ക് ഇവർ സപ്പോർട്ട് കൊടുക്കും. എന്നിട്ട് ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസിനെയൊക്കെ ഇവിടെ അടിച്ചമർത്തും. അതുവഴി ഇവർക്ക് 80%-ൽ നിന്ന് ഒരു 60% ഹിന്ദുക്കളുടെ വോട്ട് ഇവർക്ക് തന്നെ കിട്ടും. അപ്പൊ ഇവർക്ക് പിന്നെയും ഇവിടെ ഭരിക്കുകയും ചെയ്യാം. അതായത് ഇവര് ബേസിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യസ്നേഹം, രാജ്യസുരക്ഷ സ്പ്രെഡ് ചെയ്യും, മതവിദ്വേഷം സ്പ്രെഡ് ചെയ്യും. അതായത് ആളുകളുടെ വെറുപ്പ് വിറ്റ് വോട്ടാക്കുക. അതാണ് ഇവരിപ്പോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം.